Assalamualaikum warahmatullahi wabarakatuh. Alhamdulillahi rabbil alamin. Wassalatu wassalamu ala rasulillah wa ala alihi wa sahbihi ajma'in. Ya ayyuhalladzina amanu taqullaha haqqa tuqatih wa la tamutunna illa wa antum muslimun. Amma ba'du fa inna khairal hadithi kitabullah وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. الله سبحانه وتعالى നമ്മുടെ ഈ ഒത്തുചേരൽ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ സൽക്കർമ്മങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളുള്ളത് റമദാൻ മാസത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗീയ കവാടങ്ങൾ തുറക്കുന്ന, നരകത്തിൻ്റെ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടുന്ന, നമ്മുടെ മുഖ്യ ശത്രുവായ ശൈത്താൻ ബന്ധിക്കപ്പെടുന്ന, ഓരോ രാത്രിയിലും നരകവാസികളായ ആളുകൾ അതിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന, സത്യവിശ്വാസിയുടെ പ്രതീക്ഷയും സത്യവിശ്വാസിയുടെ ആശ്വാസവും എല്ലാം ആയ റമദാൻ മാസത്തിലാണ് അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് നമ്മൾ ഓരോരുത്തരും ഉള്ളത്. മഹാനായ ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു, അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു ഹദീസ് റമദാനുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ നമ്മൾ ഉയർന്നു കേൾക്കാറുള്ളതാണ്. അദ്ദേഹം പറയുകയാണ്, രണ്ടുപേർ ഒന്നിച്ച് ഇസ്ലാം സ്വീകരിച്ചു, രണ്ടുപേർ ഒരുമിച്ച് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലത്ത് അള്ളാഹുവിൻ്റെ ദീനിലേക്ക് കടന്നു വന്നു. അതിലൊരാൾ ഒരുപാട് പരിശ്രമിക്കുന്ന ആളായിരുന്നു. അതേ വ്യക്തി തന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള യുദ്ധത്തിൽ ഷഹീദാവുകയുണ്ടായി. രണ്ടാമത്തെ വ്യക്തി പിന്നെയും ഒരു വർഷം കഴിഞ്ഞിട്ടാണ് മരിക്കുന്നത്. ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് ഇവർ രണ്ടുപേരെയും സ്വപ്നത്തിൽ കാണുകയാണ്. സ്വപ്നത്തിൽ കണ്ട കാഴ്ച, ഈ ഷഹീദായ വ്യക്തിക്ക് മുമ്പ് രണ്ടാമത് മരിച്ച, സാധാരണ മരണം വരിച്ച വ്യക്തി സ്വർഗത്തിൽ കടക്കുന്നതായിട്ടാണ് കണ്ടത്. ഈ വിവരം പിറ്റേ ദിവസം തൻ്റെ കൂട്ടുകാരോട് ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് പറഞ്ഞു. അവരെല്ലാവരും അത്ഭുതപ്പെട്ടു, എങ്ങനെയാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഇവരുടെ സംസാരം കേട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് അത്ഭുതപ്പെടുന്നത്? നിങ്ങൾ എന്തിനാണ് അത്ഭുതപ്പെടുന്നത്? അദ്ദേഹം പിന്നെയും ഒരു വർഷക്കാലം ജീവിച്ചില്ലേ? അദ്ദേഹം റമദാനിൽ നോമ്പ് നോറ്റില്ലേ? സുജൂദ് ചെയ്തില്ലേ? ഇവർ രണ്ടുപേർക്കുമിടയിൽ ആകാശ ഭൂമികളുടെ വ്യത്യാസമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റമദാനിൽ ജീവിക്കാൻ സാധിക്കുക എന്നത് ഏറെ മഹത്വമുള്ള കാര്യമാണ്, പദവികൾ ഏറെ ഉയർത്തപ്പെടുന്ന കാര്യമാണ് എന്നറിയിക്കുന്ന ഹദീസാണിത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മാസത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന ഈ മാസത്തെ ഏറ്റവും നല്ല രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇബാദത്തുകൾ ചെയ്ത് ഓരോ സന്ദർഭങ്ങളെയും ഏറ്റവും മനോഹരമായ രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. റമദാനിനെ അവഗണിക്കുക എന്നത് നമുക്കറിയാം. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം റമദാനിനെ അവഗണിക്കുന്നവർക്കെതിരെ ദുആ ചെയ്തപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആമീൻ പറഞ്ഞ വിഷയമാണ് റമദാനിനെ പരിഗണിക്കാതിരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ വിഷയം വളരെ ഗൗരവത്തോടു കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇബാദത്തുകൾ ചെയ്യാൻ, അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യാൻ പടക്കപ്പെട്ടവരാണ് നമ്മൾ. സൂറത്തുൽ ദാരിയാത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും
എനിക്ക് മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ ഞാൻ പടച്ചിട്ടില്ല. നമ്മുടെ സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനാണ്. ആ ഇബാദത്തിൻ്റെ വിഷയം നമ്മൾ ഏറെ പരിഗണിക്കേണ്ട സന്ദർഭമാണ് റമദാൻ. എന്നാൽ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇബാദത്തുകൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ തന്നെ നിശ്ചയിച്ച ഒരു ഫലമുണ്ട്, ഒരു ഫായിദയുണ്ട്. ഇബാദത്ത് ചെയ്യുമ്പോൾ അത് നമുക്ക് ലഭിക്കേണ്ടതാണ്. എനിക്കും നിങ്ങൾക്കും അത് ലഭിക്കാറുണ്ടോ എന്നൊരാത്മവിചാരണക്ക് വേണ്ടിയാണ് ഇന്നത്തെ ഈ സന്ദർഭത്തെ ഉപയോഗപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് മഹാനായ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞു, ഇന്ന ഫിദ്ദുനിയ ജന്ന, ഇന്ന ഫിദ്ദുനിയ ജന്ന, തീർച്ചയായും ദുനിയാവിൽ ഒരു സ്വർഗമുണ്ട്. മൻ ലം യദ്ഖുൽഹാ ലൻ യദ്ഖുല ജന്നത്തൽ ആഖിറ. ദുനിയാവിലെ ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കാത്തവന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ച നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ച സന്തോഷത്തോടുകൂടെ സമാധാനത്തോടുകൂടെ മടക്കമില്ലാതെ ഖാലിദൻ മുഖല്ലദയായി ജീവിക്കാൻ അല്ലാഹു ഒരുക്കി വെച്ച സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല. അതെന്താണ് ദുനിയാവിലെ സ്വർഗം? ദുനിയാവിലെ സ്വർഗം ഏതാണ്? ഇബാദത്തുകൾ ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടണമെന്ന ആഗ്രഹത്തോടുകൂടെ ജീവിക്കുമ്പോൾ, നോമ്പ് പിടിക്കുമ്പോൾ, നിസ്കരിക്കുമ്പോൾ, സ്വതക്ക നൽകുമ്പോൾ, വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന ആനന്ദത്തെക്കുറിച്ചാണ് മഹാനായ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞത്. ആ രൂപത്തിൽ പറഞ്ഞത് മഹാന്മാരായ മുൻഗാമികൾ പറഞ്ഞതായി കാണാൻ സാധിക്കും. മസാക്കീനു അഹ്ലി ദുനിയ ഖറജു മിൻഹാ വമാ ദാഖു അത്യബ മാ ഫീഹാ. ഈ ദുനിയാവിൽ നിന്ന് കുറേ മിസ്കീന്മാരായ ആളുകൾ വിട പറഞ്ഞു പോയിട്ടുണ്ട്. അവർ ഈ ദുനിയാവിലെ ഏറ്റവും ആസ്വാദ്യകരമായ കാര്യം അനുഭവിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. എന്താണ് ആ കാര്യം? മഹബ്ബത്തുല്ലാഹ്, അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ടുള്ള ജീവിതമാണത്. വൽ ഉൻസു ബിഹി, അള്ളാഹുവുമായിട്ടുള്ള ബന്ധമാണത്. വശൗഖു ഇലാ ലിഖാഇ, നാളെ പരലോകത്ത് ചെന്നിട്ട് ആ റബ്ബിനെ കണ്ണിറയെ കാണണമെന്ന ആലോചനയോടുകൂടുള്ള ജീവിതമാണത്. വത്തനഉമു ബിദിക്രിഹി വശുക്രിഹി, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുമ്പോൾ, അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോൾ, അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിന് ലഭിക്കുന്ന ആനന്ദമാണത്. അതനുഭവിക്കാൻ സാധിക്കാത്തവർ ഈ ദുനിയാവിൽ എത്ര ആരോഗ്യപരമായ സുഷുപ്തിയിൽ ജീവിച്ചാലും, ഈ ദുനിയാവിൽ എത്ര സാമ്പത്തികമായ ഔന്നിത്യത്തിൽ ജീവിച്ചാലും, ഈ ദുനിയാവിൽ എത്ര അധികാരങ്ങളും സ്വാധീനങ്ങളും ഉണ്ടെങ്കിലും മസാക്കീൻ അവർ മിസ്കീന്മാരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്നേഹിച്ചുകൊണ്ടുള്ള ജീവിതത്തേക്കാൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി ഹൃദയബന്ധം കൈവന്നുള്ള ജീവിതത്തേക്കാൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നമ്മൾ ആർക്കു മുമ്പിലാണോ നമ്മുടെ ആയുസിൻ്റെ നല്ലൊരു സന്ദർഭം സുജൂദ് ചെയ്തത്, ആരുടെ നിയമങ്ങളാണോ നമ്മൾ അനുസരിച്ചത്, ആരെ പേടിച്ചുകൊണ്ടാണോ നമ്മൾ തിന്മയിൽ നിന്ന് മാറി നിന്നത്, ആർക്കു മുമ്പിലാണോ നമ്മൾ റുക്കൂ ചെയ്തത്, ആരുടെ അടിമയാണ് എന്ന ബോധത്തോടുകൂടെയാണോ നമ്മൾ അഭിമാനത്തോടുകൂടെ ജീവിച്ചത്, ആ റബ്ബ് സുബ്ഹാനഹു വ തആലയെ നാളെ കണ്ടുമുട്ടണമെന്ന ചിന്തയോടുകൂടെ ജീവിക്കുമ്പോൾ കിട്ടുന്ന ആനന്ദം, അതിനേക്കാൾ മനോഹരമായ മറ്റൊന്നില്ല. ആ റബ്ബിനെ ഓർക്കുമ്പോൾ, ആ റബ്ബിനെ കുറിച്ച് പറയുമ്പോൾ, ആ റബ്ബിൻ്റെ ഓരോ നിയമങ്ങളും അനുസരിക്കുമ്പോൾ അതുവഴി കിട്ടുന്ന അനുഭൂതി, സമാധാനം, മാധുര്യം, അതിനേക്കാൾ മനോഹരമായ, അതിനെ കവച്ചു വെക്കാൻ പോന്ന മറ്റൊരു കാര്യവും ദുനിയാവിലില്ല എന്നുള്ളതാണ്. തീർച്ചയായും ഇബാദത്തുകൾക്ക് ഒരു മാധുര്യമുണ്ട്, തീർച്ചയായും ഇബാദത്തുകൾക്കൊരാനന്ദമുണ്ട്.
എനിക്കും നിങ്ങൾക്കും അതനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ടോ? നമ്മളോട് ചോദിക്കേണ്ട ചോദ്യമാണ്. അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു, മൻ അമില സാലിഹൻ മിൻ ദക്കറിൻ ഔ ഉൻസ വഹുവ മുഅ്മിൻ. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് അള്ളാഹു പറഞ്ഞതുപോലെ, റസൂൽ പഠിപ്പിച്ചതുപോലെ യഥാർത്ഥ രൂപത്തിൽ ഈമാൻ ഉൾക്കൊണ്ട്, തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് ഇബാദത്ത് ആണാകട്ടെ പെണ്ണാകട്ടെ അവർ ചെയ്താൽ ഫലനുഹ്യിയന്നഹു ഹയാത്തൻ ത്വയ്യിബ, ഹയാത്തുൻ ത്വയ്യിബ അവർക്ക് നാം നൽകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. എന്താണ് ഹയാത്തുൻ ത്വയ്യിബ എന്ന് പറഞ്ഞാൽ? പല മുഫസ്സിറുകളും അതിന് തഫ്സീർ നൽകിയത് ഹിയ ഹലാവത്തു ത്വഅ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇബാദത്ത് ചെയ്യുമ്പോൾ അതിന് ലഭിക്കുന്ന മാധുര്യം, അതിൽ നിന്ന് ലഭിക്കുന്ന ആനന്ദം, അതാണ് ഹയാത്തുൻ ത്വയ്യിബ എന്ന് പല മുഫസ്സിരീങ്ങളും തഫ്സീർ ചെയ്തതായി കാണാൻ സാധിക്കും. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബാദത്തിൽ നിന്ന്, അള്ളാഹു ഇബാദത്തിന് നിശ്ചയിച്ച ഈ ആനന്ദം അനുഭവിച്ചവരാണ്. അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ച് ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാൻ സാധിക്കും, ഇദാ ഹസബഹു അംറുൻ സല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു പ്രയാസം വന്നാൽ അവിടുന്ന് നിസ്കരിക്കും. എങ്ങനെ? അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടുത്തേക്ക് മാനസിക വ്യതകൾ വന്നാൽ, പ്രയാസങ്ങൾ വന്നാൽ അവിടുന്ന് ചെയ്യുന്ന കാര്യം എന്താ? സല്ല, അവിടുന്ന് നിസ്കരിക്കൂ എന്നുള്ളതാണ്. നിസ്കാരത്തിലൂടെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആനന്ദവും സന്തോഷവും ലഭിച്ചിരുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മളേറെ കേട്ടിട്ടുള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഖാമത്ത് കൊടുക്കാനായിട്ട് ആവശ്യപ്പെടുന്ന രീതി എങ്ങനെയാണ്? ബിലാലിനോട്, യാ ബിലാലു അഖിമിസ്സലാ അരിഹ്നാ ബിഹാ, ബിലാലെ നിസ്കാരത്തിന് വേണ്ടി ഇഖാമത്ത് കൊടുത്ത് അതുവഴി ഞങ്ങൾക്ക് റാഹത്തേകൂ. റസൂലിൻ്റെ റാഹത്ത്, റസൂലിൻ്റെ സമാധാനം, റസൂലിൻ്റെ സന്തോഷം സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിലൂടെയായിരുന്നു എന്നുള്ളതാണ്. അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, വജുഇലത് ഖുർറത്തു ഐനി ഫിസ്സലാ, എൻ്റെ കുളിർമ നിസ്കാരത്തിലാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എൻ്റെ കണ്ണിൻ്റെ കുളിർമ നിസ്കാരത്തിലാണ്. വിശുദ്ധ ഖുർആനിൽ ഈ കൺകുളിർമ എന്ന വാക്ക് ഉപയോഗിച്ച സ്ഥലം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. എവിടെയാണ്? സൂറത്തുൽ ഫുർഖാനിൻ്റെ അവസാന ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദുർ റഹ്മാനെ കുറിച്ച് പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ വിശിഷ്ടരായ അടിമകളെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെ അവരുടെ ദുആയായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന കാര്യമാണ് എന്ത്? റബ്ബന ഹബ് ലന മിൻ അസ്വാജിന വദുർരിയാതിന ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ഞങ്ങളുടെ റബ്ബേ, ഞങ്ങൾക്ക് നീ ഞങ്ങളുടെ ഇണകളിൽ നിന്നും മക്കളിൽ നിന്നും കൺകുളിർമ നൽകണമേ. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയാണ് എന്നാണ് പറഞ്ഞതാണെന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹം പറയാണ്, മക്കളെക്കുറിച്ചും ഇണകളെക്കുറിച്ചും പറഞ്ഞിടത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൺകുളിർമ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ, നമുക്ക് ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ, നമുക്ക് മാനസികമായ പ്രയാസങ്ങൾ വരുമ്പോൾ, നമുക്ക് ജീവിതമാകെ ഇടുക്കമുള്ളതായി തോന്നുമ്പോൾ, ദുനിയാവിൽ നമുക്ക് ആശ്വാസം ലഭിക്കുന്നത് നമ്മുടെ മക്കളെ കാണുമ്പോഴാണ്. അവരുടെ കളികൾ കാണുമ്പോൾ, അവരെ ചേർത്ത് പിടിക്കുമ്പോൾ, അവരുമായി ഒന്നിച്ചിരിക്കുമ്പോൾ, അവരുടെ വർത്തമാനം കേൾക്കുമ്പോൾ. അതുപോലെ തന്നെ ഇണകൾ, അവർ ദീനുള്ളവരാണെങ്കിൽ, അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവരാണെങ്കിൽ, തൗഹീദുള്ളവരാണെങ്കിൽ, അവരുടെ അടുക്കലേക്ക് പോകുമ്പോൾ, അവരോട് ചേർന്നിരിക്കുമ്പോൾ, അവരുമായി സംസാരിക്കുമ്പോൾ, അപ്പം നമ്മൾ ലഭിക്കുന്ന വല്ലാത്തൊരാനന്ദവും കൺകുളിർമയുണ്ട്, അല്ലേ? അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ആ രൂപത്തിൽ പറഞ്ഞത്. അതേ വാക്ക് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞത്. വജുഇലത് ഖുർറത്തു ഐനി ഫിസ്സലാ, എൻ്റെ കണ്ണിൻ്റെ കുളിർമ നിസ്കാരത്തിലാണ്. നമ്മൾ മക്കളുമായിട്ട് കളിക്കുമ്പോഴും ആസ്വദിക്കുമ്പോഴുമൊക്കെ നമുക്ക് ആനന്ദം ലഭിക്കാറില്ലേ? വല്ലാത്തൊരു ആശ്വാസവും പരിസരം മറന്നൊരവസ്ഥയൊക്കെ നമുക്ക് ലഭിക്കാറില്ലേ?
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിനേക്കാൾ വലിയ ആനന്ദവും അനുഭൂതിയും കൺകുളിർമയും നിസ്കാരത്തിലൂടെ അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി നമ്മളെ നിസ്കാരത്തെ നമ്മളൊന്ന് വിലയിരുത്തി നോക്ക്. നമ്മുടെ നിസ്കാരത്തെ നമ്മളൊന്ന് വിലയിരുത്തി നോക്ക്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറഞ്ഞു, നമ്മളെങ്ങനെയാണ് നിസ്കരിച്ച് കഴിയുമ്പോൾ നമ്മൾ സാധാരണ പറയുന്ന വർത്തനാണ് നിസ്കരിച്ച് കഴിഞ്ഞ് ആശ്വാസമായി, അല്ലേ? നിസ്കരിച്ച് കഴിഞ്ഞ് ആശ്വാസമായി എന്നാണ് പറയാറുള്ളത്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആശ്വാസം എന്തിലായിരുന്നു? നിസ്കാരത്തിലായിരുന്നു. അരിഹ്ന യാ ബിലാൽ എന്ന് നമ്മൾ പറഞ്ഞ ആ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ടാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ഈ വിഷയം പറയുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടുത്തെ ആശ്വാസം, അവിടുത്തെ സമാധാനം അത് നിസ്കാരത്തിലായിരുന്നു എന്നുള്ളതാണ്. നിസ്കാരത്തെ മാത്രമല്ല, ഏത് ഇബാദത്തുകൾ ചെയ്യുമ്പോഴും നമുക്ക് ഈ ആനന്ദം അനുഭവിക്കാൻ സാധിക്കണം. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊടുക്കുമ്പോൾ, റബ്ബിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുമ്പോൾ, ലദ്ദത്തുൽ ഇൻഫാഖ്, റബ്ബിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുമ്പോൾ അവിടെ നിന്നൊരു മാധുര്യം നമുക്ക് അനുഭവിക്കാനുണ്ട്. അത് നമുക്ക് ലഭിക്കാൻ സാധിക്കണം. അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കുമ്പോൾ ഈ മാധുര്യം നമുക്ക് അനുഭവിക്കാൻ സാധിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ രാത്രി നമസ്കാരം നിർവഹിക്കുമ്പോൾ, തറാവിഹ് നമസ്കരിക്കുമ്പോൾ, വിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ, വിശുദ്ധ ഖുർആൻ കേൾക്കുമ്പോൾ, ഓരോ ഇബാദത്തിൽ നിന്നും ഈ മാധുര്യം അനുഭവിക്കാൻ നമുക്ക് സാധിക്കണം. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കുകൾ, അദ്ദേഹത്തിൻ്റെ മരണാസന്നമായ ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നമ്മൾ ഹൃദയം കൊണ്ട് കേൾക്കേണ്ട, ആവർത്തിച്ച് ആലോചിക്കേണ്ട വാക്കുകളാണ്. അദ്ദേഹം മരിക്കാൻ കിടക്കുന്ന സമയത്ത് അള്ളാഹുവിനെ വിളിച്ചുകൊണ്ട് പറയാണ്, അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നക തഅലം അന്നീ ലം അകുൻ ഉഹിബ്ബുദ് ദുനിയ വതൂലൽ ബഖാഇ ഫീഹ. അല്ലാഹുവേ, നിനക്കറിയാലോ ഞാൻ ഈ ദുനിയാവിനെ സ്നേഹിച്ചിട്ടില്ല എന്നും ഈ ദുനിയാവിൽ ഒരുപാട് കാലം ജീവിച്ചിരിക്കാൻ ആഗ്രഹിച്ചിട്ടില്ല എന്നും നിനക്കറിയാലോ. എങ്ങനെ? മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു മരിക്കുന്ന സമയത്ത് അള്ളാഹുവിനെ വിളിച്ചുകൊണ്ട് പറയാണ്, അള്ളാഹുവേ എന്ന് വിളിച്ച് പറയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു വാക്ക് പറയാൻ നമുക്ക് ധൈര്യമുണ്ടോ? നമ്മുടെ ജീവിതം അങ്ങനെ ആണോ? അദ്ദേഹത്തിൻ്റെ ജീവിതം അങ്ങനെയായിരുന്നു. അള്ളാഹുവിനെ വിളിച്ച് മരണാസന്ന ഘട്ടത്തിൽ അദ്ദേഹം പറയാണ്, അള്ളാഹുവേ, ഞാൻ ഈ ദുനിയാവിനെ സ്നേഹിച്ചിട്ടില്ല എന്നും ഈ ദുനിയാവിൽ ഒരുപാട് കാലം ജീവിച്ചിരിക്കാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല എന്നും നിനക്കറിയാമല്ലോ. എന്നാൽ ഞാൻ ദുനിയാവിനെ സ്നേഹിച്ച ചില സന്ദർഭങ്ങളുണ്ട്. ഞാൻ ഈ ദുനിയാവിലെ ജീവിതത്തെ ഇഷ്ടപ്പെട്ട ചില സന്ദർഭങ്ങളുണ്ട്. അതേതൊക്കെയാണ്? വലാകിൽ ളമഇൽ ഹവാജിർ, നല്ല ചൂടുള്ള സമയത്ത് അല്ലാഹുവേ, നിനക്ക് വേണ്ടി നോമ്പ് നോറ്റ് ജീവിക്കാൻ ഈ ദുനിയാവിനെ എനിക്കിഷ്ടായിരുന്നു. നല്ല ചൂടുള്ള സമയത്ത് നോമ്പ് നോറ്റുകൊണ്ട് കഴിച്ചുകൂട്ടാൻ ഈ ദുനിയാവിലെ ജീവിതത്തെ എനിക്കിഷ്ടമായിരുന്നു. വമുഖാബദത്തി സആത്ത്, രാത്രിയിൽ ഒരുപാട് സമയം നിന്റെ മാർഗത്തിൽ എഴുന്നേറ്റ് നിന്ന് നമസ്കരിച്ചുകൊണ്ട് അധ്വാനിക്കാൻ ഈ ദുനിയാവിലെ ജീവിതത്തെ എനിക്കിഷ്ടായിരുന്നു. വമുസാഹമത്തിൽ ഉലമാഇ ഇൻദ ഹിലഖി ദിക്ർ, ഉലമാക്കളുടെ മുട്ടുകളോട് ചേർന്ന് നിന്നെക്കുറിച്ച് പറയുന്ന സദസ്സിൽ, നിന്നെക്കുറിച്ച് പറയുന്ന സദസ്സിൽ, നിന്നെക്കുറിച്ച് നിന്റെ ദീൻ പഠിക്കുന്ന സദസ്സിൽ ഉലമാക്കളുടെ മുട്ടോട് ചേർന്നിരിക്കാൻ ഈ ദുനിയാവിലെ ജീവിതത്തിനെ എനിക്കിഷ്ടായിരുന്നു. ഇതല്ലാത്ത ഒന്നിനും ദുനിയാവിലെ ജീവിതം എനിക്കിഷ്ടമായിരുന്നില്ല എന്ന് മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറയുകയാണ്. അവർ ഇബാദത്തിൽ നിന്ന്, നമ്മുടെ മുൻഗാമികൾ ഇബാദത്തിൽ നിന്ന് ലഭിച്ച ആനന്ദവും അവർ അനുഭവിച്ച ആസ്വാദ്യതയും അവർക്ക് കിട്ടിയിരുന്ന മനസ്സമാധാനവും വ്യക്തമാക്കുന്ന വാക്കുകളാണിത്. ഇബ്നു തൈമിയ റഹിമഹുല്ലാ അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറഞ്ഞ വാക്കുകൾ ഏറെ പ്രസിദ്ധമാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല തൻ്റെ ഉസ്താദിനെ കുറിച്ച് പറയാണ്, എൻ്റെ ഉസ്താദിനേക്കാൾ, ഇബ്നു തൈമിയയേക്കാൾ ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിച്ച ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. ഇബ്നു തൈമിയ റഹിമഹുല്ലയുടെ ജീവിതം നമുക്കറിയാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ നല്ലൊരു ഘട്ടവും ജയിലിലായിരുന്നു. ഹഖ്
ഹക്ക് പറഞ്ഞതിൻ്റെ പേരിൽ, സത്യം പറഞ്ഞതിൻ്റെ പേരിൽ, അള്ളാഹുവിൻ്റെ ദീനിൽ അടിയുറച്ചു നിൽക്കാൻ തീരുമാനിച്ചതിൻ്റെ പേരിൽ ജീവിതത്തിൻ്റെ നല്ലൊരു ഘട്ടവും ജയിലിൽ കിടക്കേണ്ടി വന്നവരാണ് മഹാനായ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്. അദ്ദേഹം ജീവിതത്തിൽ കല്യാണം പോലും കഴിച്ചിട്ടില്ല. വലിയ പ്രതിസന്ധികളിലൂടെ, വലിയ പ്രയാസങ്ങളിലൂടെ കടന്നുപോയ വ്യക്തിയാണ് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്. അദ്ദേഹത്തെക്കാൾ ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ സഹിച്ച ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഉദ്ധരിക്കാറുണ്ട്, അദ്ദേഹത്തിൻ്റെ കിതാബുകൾ പഠിക്കാറുണ്ട്, അദ്ദേഹത്തെക്കുറിച്ച് പറയാറുണ്ട്. ഈ കിതാബുകൾ രചിക്കുമ്പോഴും ഈ ഉമ്മത്തിന് വലിയ സേവനങ്ങൾ, അടയാളങ്ങൾ ബാക്കി വെക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ജീവിതം അങ്ങനെ ആയിരുന്നു. നമ്മളതറിഞ്ഞോ? അദ്ദേഹം കിതാബ് രചിക്കുന്നതിൽ, ഉമ്മത്തിന് സേവനം ചെയ്യുന്നതിൽ, പാവപ്പെട്ടവരുടെ കൈപിടിക്കുന്നതിൽ, പാവപ്പെട്ടവർക്ക് ആശ്വാസം നൽകുന്നതിൽ, അള്ളാഹുവിൻ്റെ ദീൻ പ്രചരിപ്പിക്കുന്നതിൽ, ഈ സുന്നത്തിനെ ഉമ്മത്തിന് എത്തിക്കുന്നതിൽ അദ്ദേഹം അതിൽ വ്യാപൃതനായിരുന്നു. അദ്ദേഹത്തെ അതൊന്നും ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇബ്നുൽ ഖയ്യിം പറയാണ്, ഇബ്നു തൈമിയ്യയേക്കാൾ ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിച്ച ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ ഇനി പറയുന്ന ഇബ്നുൽ ഖയ്യിമിൻ്റെ വാക്ക് നമ്മൾ ശരിക്കും നോക്കണം. എന്നാൽ വകുന്ന ഇദശ്തദ്ദ ബിനൽ ഖൗഫ്, ഞങ്ങൾക്ക് വല്ല പേടിയും ശക്തമാവുന്ന സന്ദർഭത്തിൽ, വസാഅത് മിന്ന ദുനൂൻ, ഞങ്ങൾക്ക് മോശമായ ധാരണകൾ, പ്രതീക്ഷകൾ അസ്തമിക്കുന്ന സമയത്ത്, വദാഖത് ബിനൽ അർള്, ഭൂമി കുടുസമായി തോന്നുന്ന സമയത്ത്, അവരൊക്കെ ജീവിതത്തിൽ ഇത് അനുഭവിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞങ്ങൾക്ക് സമയത്ത്, ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുന്ന സമയത്ത് ഞങ്ങളുടെ ഉസ്താദിൻ്റെ അടുക്കലേക്ക് പോകും, ഇബ്നു തൈമിയ്യയുടെ അടുക്കലേക്ക് പോകും. ഫമാ ഹുവ ഇല്ലാ നസ്മഉ വനറാ ഫയദ്ഹബു ദാലിക കുല്ലു, അദ്ദേഹത്തെ ഒന്ന് കണ്ടാൽ മതി, അദ്ദേഹത്തെ ഒന്ന് കേട്ടാൽ മതി, ഞങ്ങളുടെ ഉള്ളിലുള്ള മുഴുവൻ വിഷമങ്ങളും പോകും. ഞങ്ങളുടെ ഉള്ളിലുള്ള മുഴുവൻ വിഷമങ്ങളും അതങ്ങോട്ട് കൽബീന്ന് പോകുമെന്ന് എന്ന് പറഞ്ഞാൽ, ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഈമാനിലൂടെ, സൽക്കർമ്മങ്ങളിലൂടെ, അള്ളാഹുവിനെ അനുസരിച്ചതിലൂടെ, ദിക്റുള്ളയിലൂടെ മഹാനായ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അനുഭവിച്ചിരുന്ന സമാധാനവും ആശ്വാസവും മറ്റുള്ളവരിലേക്ക് പ്രസരിക്കുന്ന രൂപത്തിൽ, മറ്റുള്ളവരിലേക്ക് പകരുന്ന രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിന്നിരുന്നു എന്ന് വ്യക്തമാക്കുന്ന സംഭവമാണിത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാന്മാരായ മുൻഗാമികളിൽപ്പെട്ടൊരു വ്യക്തി പറഞ്ഞതായി കാണാൻ സാധിക്കും, രാത്രിയാകുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ്, വലിയ സമാധാനമാണ്, കണ്ണിന് വളരെ കുളിർമയാണ്. എന്തുകൊണ്ട്? രാത്രി ഇരുൾമുറ്റി വരുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ്. അദ്ദേഹത്തിന് കാരണം പറഞ്ഞത് എന്താണെന്നറിയോ? മിൻ മുനാജാത്തി മൻ ഉഹിബ്ബ്, ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നവനുമായി എനിക്ക് സ്വകാര്യ സംഭാഷണം നടത്താൻ അവസരം കൈവരുന്നത് രാത്രിയിലാണ് എന്നതുകൊണ്ട് എനിക്ക് രാത്രി വലിയ ഇഷ്ടമാണ്. അള്ളാഹുവിനെ കുറിച്ചാണ് പറയുന്നത്. അള്ളാഹുവിൻ്റെ മുമ്പിൽ തഹജ്ജുദ് നമസ്കരിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഖിയാമുൽ ലൈൽ നിർവഹിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. രാത്രി ഞാൻ എൻ്റെ റബ്ബുമായി സ്വകാര്യ സംഭാഷണം നടത്തുന്ന സമയമായതുകൊണ്ട് തന്നെ രാത്രി ഇരുൾമുറ്റി വരുമ്പോൾ എനിക്ക് വലിയ ആനന്ദമാണ് എന്ന് മഹാനായ മുൻഗാമികളിൽപ്പെട്ട ഒരു വ്യക്തി പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് പറഞ്ഞു, ലാ ഷൈഅ ഇൻദൽ മുഹിബ്ബീൻ അഹ്ലാ മിൻ കലാമി മഹ്ബൂബിഹിം, സ്നേഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരാരെയാണോ സ്നേഹിക്കുന്നത് അവരുടെ വർത്തമാനത്തേക്കാൾ മാധുര്യമുള്ള മറ്റൊന്നുമില്ല. നമുക്കറിയാം, നമ്മൾ ഒരു തൗഹീദിൽ അള്ളാഹുവിനെ ത്വാഅത്ത് ചെയ്ത് ജീവിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ, അവരെ സംബന്ധിച്ചിടത്തോളം എത്ര സംസാരിച്ചാലും മതിയാവൂല, അല്ലെ? എത്ര സംസാരം കേട്ടുന്നാലും സംസാരിച്ചാലും മതിയാവൂല, സമയം പോകുന്നത് അറിയൂല. അതുപോലെ തന്നെ നമ്മൾ സ്നേഹിക്കുന്ന മക്കൾ, അവർ ദീനുള്ളവരാണെങ്കിൽ, അവർ അള്ളാഹുവിനെ ത്വാഅത്ത് ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ വർത്താനം എത്ര കേട്ടാലും നമുക്ക് മതിയാവാം, അല്ലേ? അതിനേക്കാളും നമ്മൾ സ്നേഹിക്കേണ്ടവനാണ് നമ്മെ പടച്ച നമ്മുടെ റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അവൻ്റെ കലാമാണ് വിശുദ്ധ ഖുർആൻ. അവൻ്റെ കലാമാണ് വിശുദ്ധ അവൻ്റെ പടപ്പല്ല, അവൻ്റെ സൃഷ്ടിയല്ല, അവൻ്റെ കലാം, അള്ളാഹുവിൻ്റെ കലാമാണ് വിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ എത്ര കേട്ടാലും
എത്ര പഠിച്ചാലും എത്ര 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 അത് നമ്മൾ ഓതിയാലും എത്ര ഹിഫ്ലാക്കിയാലും മടുപ്പ് വരില്ല എന്നുള്ളതാണ്. അതിനേക്കാൾ മാധുര്യമുള്ള മറ്റൊരു വർത്തമാനവും അള്ളാഹുവിനെ സ്നേഹിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകില്ല എന്നുള്ളതാണ്. നമുക്കത് ലഭിക്കാറുണ്ടോ? നമുക്കത് ലഭിക്കാറുണ്ടോ? നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട ചോദ്യമാണ്. ഈ പറയപ്പെട്ട ആനന്ദം, ഈ പറയപ്പെട്ട സന്തോഷം അള്ളാഹുവിൻ്റെ കലാം ഓതുമ്പോൾ എനിക്കും നിങ്ങൾക്കും ലഭിച്ചിട്ടുണ്ടോ? ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈമാനിന് കാര്യമായ തകരാറുകളുണ്ട് എന്ന് സ്വയം തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. ഇബ്നു തൈമിയ്യ റഹിമഹുല്ല പറഞ്ഞു, ഇനി പറയുന്ന വാക്ക് വളരെ ഗൗരവത്തോടുകൂടെ വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ കേൾക്കേണ്ട വാക്കുകളാണ്. അദ്ദേഹം പറഞ്ഞു, ഇദാ ലം തജിദ് ലിൽ ഇബാദ ഹലാവ ഫിൽ ഖൽബ് വൻശിറാഹ ഫത്തഹിംഹു ഫഇന്ന റബ്ബ ശകൂർ. നീ ഇബാദത്ത് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ആനന്ദം, മാധുര്യം, ആശ്വാസം നിനക്ക് ലഭിക്കുന്നില്ലെങ്കിൽ, നീ തറാവീഹ് നിസ്കരിച്ചിട്ട് ആ നിസ്കാരത്തിലൂടെ നിനക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, നീ വിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ ഖത്തും തീർക്കണം എങ്ങനെയെങ്കിലും. അങ്ങനെയാണോ? അതോ വിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ ഒരു ആനന്ദം, ആ മാധുര്യം, ആശ്വാസം, ലദ്ദ നിനക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, നോമ്പിലൂടെ നിനക്കത് അനുഭവിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, സകാത്ത് കൊടുക്കുമ്പോൾ നിനക്കത് അനുഭവിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, നന്മ കൽപ്പിക്കുമ്പോൾ നിനക്കത് അനുഭവിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, തിന്മ വിരോധിക്കുമ്പോൾ നിനക്കത് അനുഭവിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, കുടുംബത്തിന് ചിലവിന് കൊടുക്കുമ്പോൾ അതനുഭവിക്കാൻ നിനക്ക് സാധിക്കുന്നില്ലെങ്കിൽ, പാവപ്പെട്ടവർക്ക് ആശ്വാസം ഏകുമ്പോൾ അത് നിനക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, അള്ളാഹുവിനെ ദിക്ർ ചെയ്യുമ്പോൾ അത് നിനക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, നിന്റെ ഖൽബിന് അത് അനുഭവിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, ഫത്തഹിംഹു, നീ നിന്റെ ഖൽബിനെ സംശയിച്ചോ. ഫഇന്ന റബ്ബ ശകൂർ, കാരണം റബ്ബ് സുബ്ഹാനഹു വ തആല ശകൂറാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശകൂറാണ് എന്ന് പറഞ്ഞാൽ ഒരു അമലിനെ ഏറ്റവും മനോഹരമായി സ്വീകരിച്ച് അതിനെ ഏറ്റവും നല്ല രൂപത്തിൽ പ്രതിഫലം നൽകുന്നവൻ എന്നാണ് ഷക്കൂറിൻ്റെ ഏറ്റവും ചുരുങ്ങിയ അർത്ഥം. ഷക്കൂർ എന്ന് പറഞ്ഞാൽ ഒരു അമൽ നമ്മൾ ചെയ്താൽ, അല്ലേ, സ്വതക്കനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് കാണാൻ സാധിക്കും. ഒരു ഉരുള സ്വതക്ക കൊടുത്താൽ അത് നമ്മുടെ ഭാര്യയുടെ വായിലേക്ക് വെച്ച് കൊടുക്കുന്നതാണെങ്കിലും മക്കളുടെ വായിലേക്ക് വെച്ച് കൊടുക്കലാണെങ്കിലും സ്വതക്കകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നത സ്ഥാനത്ത് നിൽക്കുന്നത് അത് തന്നെയാണ്. ഉമ്മയുടെ വായിൽ വെച്ച് കൊടുക്കുന്നതാണെങ്കിലും ഉപ്പയുടെ വായിൽ വെച്ച് കൊടുക്കുന്നതാണെങ്കിലും ഒരു ഉരുള നമ്മൾ സദഖ കൊടുത്താൽ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചാൽ, അള്ളാഹ് എങ്ങനെയാണ് അതിനെ സ്വീകരിക്കുന്നത്? അതിനെ റബ്ബങ്ങ് സ്വീകരിച്ചിട്ട് അതിനങ്ങ് വളർത്തും. ഉഹദ് മലയോളം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് പറഞ്ഞത്, ഉഹദ് മലയോളം അതിനെ വളർത്തുന്നു. എന്നിട്ട് അതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ പ്രതിഫലം നൽകുന്നത്. സുബ്ഹാനല്ലാഹ്, അള്ളാഹു അങ്ങനെയാണ് അമലുകളെ സ്വീകരിക്കുക. അളന്നു മുറിച്ച് നമ്മളൊക്കെ ചെയ്യുന്ന പോലെ അല്ല, അള്ളാഹു പരിഗണിക്കുന്ന രൂപമാണത്. ഷക്കൂറാണ് നമ്മുടെ റബ്ബ് അള്ളാഹു സുബ്ഹാനഹു വ തആല. ഒരു നന്മ ചെയ്യാൻ നമ്മൾ ഉദ്ദേശിച്ചിട്ട് ചെയ്തില്ലെങ്കിൽ ആ നന്മക്ക് പ്രതിഫലം നൽകുന്നവനാണ് റബ്ബ്. റമളാനിൽ ഒരു 3 ഖത്തും തീർക്കണമെന്ന് നിയത്ത് വെച്ച് പറ്റിയില്ല, സാധിച്ചില്ല. വെറുതെ ആവോ നിയത്ത്? ഇല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് പ്രതിഫലം നൽകും. ഇനി നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ട് അത് ചെയ്താലോ ആ നന്മക്ക് തത്തുല്യായ പ്രതിഫലമാണോ അള്ളാഹു നൽകുന്നത്? അല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് ഇരട്ടിയായി അള്ളാഹു സുബ്ഹാനഹു വ തആല ഇരട്ടിയായി പ്രതിഫലം നൽകുന്നതാണ്. ഷക്കൂറാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. അല്ലേ? ഇസ്തിഗ്ഫാറിനെ കുറിച്ച് പറഞ്ഞിടത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് അള്ളാഹുവിനോട് യാചിക്കലാണ് ഇസ്തിഗ്ഫാർ. അല്ലേ? ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ അതിന് 2 അർത്ഥമാണുള്ളത്. ഒന്ന്, അള്ളാഹുവേ ഞാൻ ചെയ്ത തെറ്റ് എനിക്ക് മറച്ചു വെച്ച് നൽകണമേ. അസ്തഗ്ഫിറുല്ലാഹ് അർത്ഥമുണ്ട് എന്നുള്ളതാണ്. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുമ്പോൾ തന്നെ അതിന് 2 അർത്ഥമുണ്ട്. ഒന്ന്, എൻ്റെ പാപം എനിക്ക് മറച്ചു വെച്ച് നൽകണമേ. 2, അള്ളാഹുവേ നീ
ശിക്ഷിക്കാതെ വിട്ടുവീഴ്ച ചെയ്തു തരണമേ. ഇതാണ് ഇസ്തിഗ്ഫാർ. നമ്മൾ ചെയ്തു കൂട്ടിയ കണ്ണുകൊണ്ടും നാക്കുകൊണ്ടും അവയവങ്ങൾ കൊണ്ടും ചെയ്തു കൂട്ടിയ തോന്നിവാസങ്ങൾക്കും തിന്മകൾക്കും അതിരുകവിയലുകൾക്കുമുള്ള പ്രായച്ചിത്തമാണ്, മാപ്പ് യാചനയാണ് ഇസ്തിഗ്ഫാർ. അങ്ങനെ ഇസ്തിഗ്ഫാർ നമ്മൾ ചെയ്യൽ അനിവാര്യമാണ്. പാപങ്ങൾ പൊറുക്കേണ്ടേ? അള്ളാഹുവിനെതിരായിക്കൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള പ്രായച്ചിത്തമാണ് ഇസ്തിഗ്ഫാർ. അങ്ങനെ ഇസ്തിഗ്ഫാർ ചെയ്യുമ്പോൾ അള്ളാഹു അതിന് പകരമായിട്ട് പാപങ്ങൾ പുറത്തു തരും എന്ന് മാത്രമല്ല, പിന്നെയും അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ റബ്ബ് ഷക്കൂറാണ് എന്ന് പറയുന്നതിൻ്റെ ആ വ്യാപ്തി മനസ്സിലാക്കിയോ? അള്ളാഹു നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആയത്തിലല്ലേ പറഞ്ഞത്, ഇസ്തിഗ്ഫാർ ചെയ്താൽ നിങ്ങൾക്ക് ആകാശത്ത് നിന്ന് മഴ ഇറക്കിത്തരും, മക്കളെ തരും, അതുപോലെ തന്നെ സമ്പത്തിൽ ബറക്കത്ത് തരുമെന്ന അർത്ഥത്തിലൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി കാണാൻ സാധിക്കും. ഇതെന്താണിത്? എന്താണ് അള്ളാഹുവിൻ്റെ കാരുണ്യം, അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ വിശാലത എന്നാണ്? നമ്മ ചെയ്തു കൂട്ടിയ വീഴ്ചകൾക്ക്, വാജിബിൽ വന്ന വീഴ്ചകൾക്ക്, അതുപോലെ തന്നെ ചെയ്തു കൂട്ടിയ ഹറാമുകൾക്ക്, ഇനി നമ്മൾ നിർവഹിക്കുന്ന വാജിബായ കാര്യങ്ങളിൽ തന്നെ വരുത്തുന്ന ഗുരുതരമായ വീഴ്ചകൾക്കുള്ള പ്രായച്ചിത്തമായി ഇസ്തിഗ്ഫാർ ചെയ്യുമ്പോൾ ആ ഇസ്തിഗ്ഫാറിന് മാപ്പിനപ്പുറം അള്ളാഹു പിന്നെയും തരികയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. അള്ളാഹു ഷക്കൂറാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഷക്കൂറാണ്. ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് പറഞ്ഞത് എന്താണ്? ഇബാദത്ത് ചെയ്തിട്ട് ഇബാദത്തിന് അള്ളാഹ് ആനന്ദം നൽകുക തന്നെ ചെയ്യും. ഖുർആൻ ഓതുമ്പോൾ അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഹലാവത്ത് തരും. നിസ്കരിക്കുമ്പോൾ അതിന് ലദ്ദത്ത് തരും. അള്ളാഹു സുബ്ഹാനഹു വ തആല തരും എന്നുള്ളത് തീർച്ചയാണ്. അത് ലഭിക്കുന്നില്ലെങ്കിൽ ഇബാദത്ത് അള്ളാഹു വാഗ്ദാനം ലംഘിച്ചതോ അള്ളാഹു സുബ്ഹാനഹു വ തആല തരാത്തതോ അല്ല. അവിടെ പ്രശ്നം എന്തിനാണ്? നമ്മുടെ ഖൽബിന് കാര്യമായ തകരാറുകൾ ഉണ്ട് എന്നുള്ളതാണ്. അള്ളാഹു തരും, കാരണം അള്ളാഹു ഷക്കൂറാണ്, തരാതിരിക്കൂല. കിട്ടുന്നില്ലെങ്കിൽ നമ്മുടെ ഖൽബിന് കാര്യമായ തകരാറുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ റമദാനിൽ നമ്മുടെ ഖൽബിനെ വിചാരണ ചെയ്യാൻ, നമ്മുടെ ഖൽബിനൊക്കെ സംഭവിച്ചു പോയ ഈ കഠിനതയുടെ ഈ പരുക്കതയുടെ കാര്യം എന്താണ് എന്ന് അന്വേഷിക്കാൻ, അതിനെ മൃദുവാക്കാൻ എന്താണോ നമ്മൾ ചെയ്യേണ്ടത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് ചെയ്യാൻ നമുക്ക് ഈ റമദാനിൽ സാധിക്കേണ്ടതുണ്ട്. ഖൽബിനെ നമ്മൾ വിചാരണ ചെയ്യണം. തീർച്ചയായും ഖൽബിന് കഠിനത വരുന്നത്, ഖൽബിന് പാരുഷ്യം വരുന്നത്, ഖൽബിന് ഈ കുടുസത വരുന്നത്, ഇബാദത്തിൽ നിന്ന് മാധുര്യം ലഭിക്കാത്ത അവസ്ഥ നമ്മുടെ ഖൽബിന് വരുന്നത് നമ്മുടെ പാപങ്ങളിലൂടെയാണ്. മഹാനായ ഇബ്നു മുബാറക് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും, തർക്കുൽ ദുനൂബി ഹയാത്തുൽ ഖുലൂബ്, പാപത്തെ ഒഴിവാക്കലാണ് ഹൃദയത്തിന് ജീവൻ കൈവരാൻ കാര്യമാകുന്നത്. എന്നാൽ പാപങ്ങളിൽ അത് നിത്യം ചെയ്യുക എന്നത് ഖൽബിനെ നശിപ്പിച്ച് കളയുന്ന കാര്യമാണ്. അതുകൊണ്ട് പാപങ്ങളെ ഒഴിവാക്കണം. പാപങ്ങളെ ജീവിതത്തിൽ നമ്മൾ നല്ല രൂപത്തിൽ ശ്രദ്ധിക്കണം. ഈ റമദാൻ അങ്ങനെ സ്വയം വിചാരണ ചെയ്യാനുള്ള സന്ദർഭമായി ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഈ റമദാനിനെ ആ രൂപത്തിൽ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഈ റമദാനിൽ സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് നമുക്ക് സാധിക്കുക? റമദാനിൽ 11 മാസക്കാലം അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലാലാക്കിയ കാര്യങ്ങൾ, നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ, ഭക്ഷണം, അതുപോലെ തന്നെ വെള്ളം, അതുപോലെ തന്നെ ഹലാലായിട്ടുള്ള ഇണകളുമായിട്ടുള്ള ബന്ധം, ഇതെല്ലാം നമ്മുടെ മുമ്പിലുണ്ടായിട്ടും അല്ലാഹ് എന്ന ഒറ്റ കാരണം കൊണ്ട് ഒഴിവാക്കാൻ സാധിച്ചവരാണ് നമ്മൾ, മാറ്റിവെക്കാൻ സാധിച്ചവരാണ് നമ്മൾ. എങ്കിൽ ഹറാമുകളെ മാറ്റിവെക്കുക എന്നത് ഒരു നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അവന് നിഷ്പ്രയാസം സാധിക്കേണ്ട കാര്യമാണ്. പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ, ചെയ്തു പോയ പാപങ്ങളിൽ നിന്ന് തൗബ ചെയ്ത്
സ്വയം ശുദ്ധീകരിക്കാൻ ഈ റമദാനിൽ നമുക്കെല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട്. നമ്മൾ ഈ റമദാനിൽ തൗബ ചെയ്തു ഇത്രയും ദിവസം കഴിഞ്ഞു പോയിട്ടൊന്ന് അള്ളാഹുമായി ഒറ്റക്കിരുന്നു കൊണ്ട് ചെയ്തു പോയ പാപങ്ങൾക്ക് തൗബ ചെയ്യാൻ നമുക്ക് സാധിച്ചോ? നമ്മൾ സ്വയം വിചാരണ ചെയ്യേണ്ട കാര്യമാണ്. എത്ര ആയത്തിലൂടെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് തൂബു, നിങ്ങൾ തൗബ ചെയ്യൂ, നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങൂ, അള്ളാഹു തവ്വാബാണ്, അള്ളാഹു ഗഫൂറാണ്, അള്ളാഹു ഗഫാറാണ്, അള്ളാഹു പാപം പൊറുക്കുന്നവനാണ്, അള്ളാഹു അഫുവാണ്, മാപ്പ് നൽകുന്നവനാണ്. എത്ര ആയത്തിലൂടെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഇത് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തിയത്. ഈ റമദാനിൽ തൗബ ചെയ്ത് മടങ്ങാൻ നമുക്ക് സാധിച്ചോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര വാക്കുകളിലൂടെയാണ് തൗബയുടെ പ്രാധാന്യം നമുക്ക് പറഞ്ഞു തന്നത്. ഓരോ പകലിൻ്റെ തുടക്കത്തിലും പുലർച്ചയിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഏഴാം ആകാശത്ത് നിന്ന് ഇറങ്ങി വരും. ആരുണ്ട് പകലിൽ തെറ്റ് ചെയ്തവൻ, അവൻ്റെ തൗബ ഞാൻ സ്വീകരിക്കാമെന്ന് പറഞ്ഞ് അള്ളാഹു ഇറങ്ങുന്ന സമയത്ത് അത് അവഗണിച്ചുകൊണ്ട് മാറി നിൽക്കുന്നവരാണ് നമ്മൾ തൗബ ചെയ്യാതെ. എത്ര ആയത്തിലൂടെയാണ് റബ്ബ് നമ്മെ ഓർമ്മപ്പെടുത്തിയത്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ. സ്വന്തത്തിനെതിരെ ഒരുപാട് തെറ്റുകൾ ചെയ്ത എൻ്റെ അടിമകളെ, ഹംദ് അൽ അതീഖ് ഹഫിളഹുല്ലാഹ് പറഞ്ഞതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഈ ആയത്തിൽ പറഞ്ഞത് ഒരുപാട് തെറ്റ് ചെയ്ത അടിമകളെയാണ് അള്ളാഹു വിളിക്കുന്നത്. ഒരുപാട് തെറ്റ് ചെയ്ത അടിമകൾ, കുറച്ചൊന്നുമല്ല, ഒരുപാട് തിന്മകൾ ചെയ്ത് തിന്മകളിൽ അതിര് കവിഞ്ഞവർ, ഇസ്രാഫ് ചെയ്ത ആളുകൾ, ആ അടിമകളെ, അങ്ങനെയുള്ള അടിമകളെ അള്ളാഹു വിളിക്കുമ്പോൾ അള്ളാഹു വിളിച്ച വാക്ക് അക്രമികളെ, അതുപോലെ തന്നെ ദുഷ്ടന്മാരെ, വൃത്തികെട്ടവരെ എന്നാണോ അള്ള വിളിച്ചത്? അല്ല. അള്ള വിളിച്ച വാക്കേതാ? ഇബാദി. അള്ളാഹുവിലേക്ക് ഇളാഫത്ത് ചെയ്തുകൊണ്ടാണ്, അള്ളാഹുവിലേക്ക് ചേർത്തിട്ടാണ് അള്ള വിളിച്ചത്. എൻ്റെ അടിമകളെ അള്ളാഹുവിലേക്ക് ചേർത്തിട്ടാണ് അള്ള വിളിക്കുന്നത്. എൻ്റെ അടിമകൾ, തെറ്റ് ചെയ്തവരെയാണ് വിളിക്കുന്നത്. ഇബാദത്തിൽ നിരതമായി നിൽക്കുന്ന ആൾക്കാരെ കുറിച്ചല്ല അള്ളാഹു പറയുന്നത്, തെറ്റ് ചെയ്തവരെ വിളിക്കുകയാണ്. ഇബാദി, എൻ്റെ അടിമകളെ, എൻ്റെ അടിമകളെ. നിങ്ങൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശരാകേണ്ടതില്ല. കാരണം എന്താ? ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ. അള്ളാഹു എല്ലാ പാപങ്ങളും പൊറുക്കും. അള്ളാഹുവിന് പൊറുക്കാതിരിക്കാൻ മാത്രം വലുപ്പമുള്ള ഒരു പാപവും ദുനിയാവിലില്ല. ഒരു പാപവും ദുനിയാവിലില്ല. അതല്ലേ മഹാന്മാരായ മുൻഗാമികളിൽപ്പെട്ട ഒരാൾ പറഞ്ഞതായി കാണാൻ സാധിക്കും. തആദമനി ദംബി, അള്ളാഹുവേ എനിക്കെൻ്റെ പാപം വളരെ വലുപ്പമുള്ളതായി തോന്നി. എന്നാൽ ഫലമ്മ ഖറൻതുഹു ബിഅഫ്വിക റബ്ബി കാന അഫ്വുക അഅളമ. അള്ളാഹുവേ ഞാൻ എൻ്റെ പാപത്തെ നിൻ്റെ മാപ്പുമായി തട്ടിച്ചു നോക്കി. അള്ളാഹു എനിക്കെൻ്റെ പാപങ്ങൾ, ഞാൻ ചെയ്തു കൂട്ടിയ തിന്മകൾ, അത് വലിയ വലുപ്പമുള്ളതായി എനിക്ക് തോന്നി. ഇതൊരു ഒരു പരിഹാരമില്ലേ ഇതിന് എന്നെനിക്ക് തോന്നി. എൻ്റെ പ്രതീക്ഷകൾ അസ്തമിക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെടുന്ന സമയത്ത് ഞാൻ നിൻ്റെ മാപ്പുമായി, അള്ളാഹുവേ ഞാൻ എൻ്റെ പാപങ്ങളെ തട്ടിച്ചു നോക്കിയപ്പോൾ എൻ്റെ പാപങ്ങളെക്കാൾ എത്രയോ വലുതാണ് നിൻ്റെ മാപ്പ് എന്നെനിക്ക് മനസ്സിലായി എന്ന് മഹാന്മാരായ മുൻഗാമികളിൽപ്പെട്ട ഒരാൾ പറഞ്ഞതായി കാണാൻ സാധിക്കും. എത്ര വലിയ പാപമാണെങ്കിലും നിരാശ വേണ്ടതില്ല. ജീവിതത്തിൽ ഒരു മനുഷ്യനോട് പറയാൻ പറ്റാത്ത രൂപത്തിൽ അങ്ങേയറ്റത്തെ വൃത്തികേടുകളിൽ അഭിരമിച്ച് ജീവിതം കഴിച്ചു കൂട്ടിയവരാണോ നമ്മൾ? അള്ള തൗബ സ്വീകരിക്കാൻ തയ്യാറാണ്. ഇന്ന് തന്നെ നമ്മൾ തൗബ ചെയ്ത് മടങ്ങുക. റമദാനിൽ ഇത്രയും ദിവസങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിട്ട് അതിനെ പരിഗണിക്കാതെ അതിൽ പോലും ഹറാമുകൾ ചെയ്ത് ജീവിച്ചവരാണോ നമ്മൾ? നിരാശ വേണ്ട. ഈ നിമിഷം അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് തൗബ ചെയ്ത് മടങ്ങിയിട്ട് ഇനിയുള്ള സന്ദർഭങ്ങളെ നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു തവ്വാബാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗബ സ്വീകരിക്കുന്നവനാണ്. അല്ലേ? സൂറത്തുൽ ഫുർഖാനിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാൻ സാധിക്കും. വല്ലദീന ലാ യദ്ഉന മഅല്ലാഹി ഇലാഹൻ ആഖർ വലാ യഖ്തുലൂന അൻ-നഫ്സ അല്ലതി
ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വലാ യസ്നൂൻ. 3 വലിയ പാപങ്ങളെ എടുത്ത് അല്ലാഹ് പറയാണ്. ഒന്ന് ശിർക്കാണ്, രണ്ടാമത്തേതോ കൊലപാതകമാണ്, മൂന്നാമത്തേതോ മ്ലേച്ഛമായ സിനയാണ്, വ്യഭിചാരമാണ്. ഈ 3 പാപങ്ങളെ എടുത്തു പറഞ്ഞിട്ട് അല്ലാഹ് പറയാണ്, ഇത് ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം യുദാഅഫ് ലഹുൽ അദാബു യൗമൽ ഖിയാമ വയഖ്ലുദു ഫീഹി മുഹാന. ഇത് ചെയ്ത ആളുകൾക്ക് ഇരട്ടിയായി ശിക്ഷ നൽകപ്പെടും. എന്നിട്ടോ നിന്ദ്യരായി നരകത്തിൽ വസിക്കേണ്ടി വരും. അതും പറഞ്ഞിട്ട് അല്ലാഹ് പറയാണ്, എന്നിട്ട് അല്ലാഹ് പറയാണ്, ഇല്ലാ മൻ താബ, തൗബ ചെയ്തവർക്കൊഴികെ, വഅമില സാലിഹ, സൽക്കർമ്മം ചെയ്തവർക്കുമൊഴികെ, തൗബ ചെയ്യുകയും തുടർന്ന് സൽക്കർമ്മം ചെയ്ത ആളുകൾക്കുമൊഴികെ. ഫഉലൈക ഇല്ലാ മൻ താബ വആമന വഅമില അമലൻ സാലിഹ ഉലൈക ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. ആ ആളുകളുടെ തിന്മകളെ അല്ലാഹു നന്മകളാക്കി മാറ്റി തീർക്കും. അവരുടെ തിന്മകളെ നന്മകളാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബ ചെയ്താൽ, ഈമാൻ ഉൾക്കൊണ്ടാൽ, സൽക്കർമ്മങ്ങൾ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റി തീർക്കുമെന്ന് അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പറയാണ്. തൗബ ചെയ്ത് മടങ്ങാൻ നമുക്ക് സാധിക്കണം. സൂറത്തുൽ ബുറൂജിൽ നമുക്കറിയാം, നമ്മൾ സൂറത്തുൽ ബുറൂജിൻ്റെ അർത്ഥവും തഫ്സീറൊക്കെ പഠിച്ചവരായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ചരിത്രം ഏതാ? അല്ലാഹ് പറയുന്ന ചരിത്രം ആരുടെ ചരിത്രം? അല്ലാഹു പറഞ്ഞു, വസ്സമാഇ ദാത്തിൽ ബുറൂജ് വൽ യൗമിൽ മൗഊദ് വശാഹിദിൻ വമശ്ഹൂദ് ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ് അന്നാരി ദാത്തിൽ വഖൂദ് ഇദ് ഹും അലൈഹാ ഖുഊദ്. ആരുടെ ചരിത്രം പറയുന്നത്? അല്ലാഹുവിൽ വിശ്വസിച്ചു എന്നതിൻ്റെ പേരിൽ ഒരു വിഭാഗം ആളുകളെ ആ നാട്ടിലെ ഭരണാധികാരി കൊണ്ടുവന്ന് വലിയ കുഴി കുഴിച്ച് ആ കുഴിയിൽ നിർത്തി പച്ചക്ക് കത്തിച്ചു കൊന്നിരുന്നു. അല്ലാഹ് പറയാണ്, വമാ നഖമു മിൻഹും ഇല്ലാ അയ്യുമിനു ബില്ലാഹിൽ അസീസിൽ ഹമീദ്. അസീസും ഹമീദുമായ അല്ലാഹുവിൽ വിശ്വസിച്ചു എന്നതല്ലാതെ ആ മനുഷ്യന്മാർ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. ആ മനുഷ്യന്മാരെ പിടിച്ചു കൊണ്ടുവന്ന് ഒരു കുഴിയിൽ നിർത്തി പച്ചക്ക് കത്തിച്ച് കൊന്നു എന്ന് മാത്രമല്ല, ഇദ് ഹും അലൈഹാ ഖുഊദ്, നമ്മൾ ഓതുന്ന ആയത്തല്ലേ, ഇദ് ഹും അലൈഹാ ഖുഊദ്. അവരുടെ ക്രൂരതയുടെ ആഴം നോക്ക്. ചുറ്റിരിക്കുന്നാണ്, ഇരുന്നാസ്വദിക്കുന്നാണ്. മുഅ്മിനീങ്ങളുടെ ജീവൻ കത്തിച്ചാമ്പലായി തീരുമ്പോൾ അത് കണ്ടിരുന്നാസ്വദിച്ചിരുന്ന മനുഷ്യർ, അവരെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്നുള്ള ആയത്തിൽ പറയുന്നുണ്ട്, ഇന്നല്ലദീന ഫതനുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി സുമ്മ ലം യതൂബു ഫലഹും അദാബു ജഹന്നമ വലഹും അദാബുൽ ഹരീഖ്. സത്യവിശ്വാസികളെ ക്രൂരമായി ഈ രൂപത്തിൽ പീഡിപ്പിച്ച ആളുകളുണ്ടല്ലോ, ബുദ്ധിമുട്ടിച്ച ആളുകളുണ്ടല്ലോ, അവർക്ക് അദാബു ജഹന്നമുണ്ട്, അദാബുൽ ഹരീഖ്, കത്തിക്കപ്പെടുന്ന ശിക്ഷ അവരെ കാത്തിരിക്കുന്നുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഇത് പറയുന്നതിനിടയിൽ അല്ലാഹു ഒരു കാര്യം പറയുന്നുണ്ട്, നോക്കിയേ, ഇന്നല്ലദീന ഫതനുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി സുമ്മ ലം യതൂബു, അവർ തൗബ ചെയ്തിട്ടില്ലെങ്കിൽ, ഈ ക്രൂരത ചെയ്തവർ പോലും, ഈ കുഫാറുകളായ ആളുകൾ പോലും അവർ ചെയ്ത തെറ്റിൽ പൂർണ്ണമായ പശ്ചാത്താപമുണ്ടാവുകയും അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഖേദിച്ചു മടങ്ങാൻ തയ്യാറാവുകയും ചെയ്താൽ അവർക്ക് പോലും പുറത്തു കൊടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തയ്യാറാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തയ്യാറാണെന്ന്. എങ്കിൽ അല്ലാഹുവിന് പൊറുക്കാതിരിക്കാൻ മാത്രം വലുപ്പമുള്ള ഒരു പാപവും ഈ ദുനിയാവിലില്ല. നമ്മുടെ പാപം എത്ര വലുതാണെങ്കിലും എത്ര അധികമുണ്ടെങ്കിലും നമ്മുടെ റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക. ഈ റമളാനിൽ അതിന് നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ എപ്പോഴാണ് സാധിക്കുക? തൗബ ചെയ്ത് മടങ്ങുക. അല്ലാഹു അല്ലേ പറഞ്ഞത്, നമ്മളെ പടച്ചവനും നമുക്ക് റിസ്ഖ് നൽകുന്നവനും നമുക്ക് വെള്ളം തന്നവനും നമുക്ക് ദീൻ തന്നവനും നമുക്ക് വേണ്ട സകല അനുഗ്രഹങ്ങളും തന്നവൻ നമ്മളോട് പറയാണ്, തൂബു, നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങുന്നു. നമ്മൾ തൗബ ചെയ്ത് മടങ്ങിയോ?
തൗബ ചെയ്ത് മടങ്ങാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ ഇബാദത്തിൽ നിന്ന് നമുക്ക് ആനന്ദവും ആശ്വാസവും മാധുര്യവും ഒന്നും ലഭിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം എന്താണ്? നമ്മൾ ചെയ്ത പാപങ്ങൾ നമ്മുടെ ഖൽബിനെ അത്രമേൽ ഗ്രസിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് അതിനുള്ള പരിഹാരം അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് തൗബ ചെയ്ത് മടങ്ങലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമദാനിൽ നമ്മൾ നിർവഹിക്കുന്ന ഇബാദത്തുകൾ നമ്മിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത് ആ രൂപത്തിൽ പൂർണ്ണമായ നിലക്ക് നിർവഹിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ചെയ്തു കൂട്ടിയ തിന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം ഉമ്മത്തിന് ഇസ്സത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ മുസ്ലിം ഉമ്മത്ത് ഭീതിയുടെ നിഴലിലാണ് നിൽക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശത്രുക്കളുടെ എല്ലാ കുതന്ത്രത്തിൽ നിന്നും ഈ ഉമ്മത്തിനെ സംരക്ഷിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.